മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന അനന്തവും അത്ഭുതകരവുമായ ശക്തിയും ചൈതന്യവും ഉണർത്തി വികസിപ്പിച്ച് അവനെ ഉത്കൃഷ്ടമായ ഒരു പന്താവിൽ കൂടി പരിപൂർണതയിലേക്ക് ആനയിക്കുകയാണ് സാമാന്യമായി പറഞ്ഞാൽ യോഗശാസ്ത്രങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. അപ്രകാരം പരിപൂർണതയെ പ്രാപിച്ച് ഈശ്വരതുല്യരായി വിരാജിച്ചിരുന്ന പൗരാണിക മഹർഷീശ്വരന്മാർ ഏതൊരു മനുഷ്യനെയും ആ ലക്ഷ്യത്തിലെത്തിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ യോഗശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എന്നിങ്ങനെ യോഗശാസ്ത്രത്തെ മുഖ്യമായും 4ആയി വിഭജിച്ചിരിക്കുന്നു. എന്നാൽ ഓരോന്നിലും മറ്റു 3ൻ്റെയും അന്തസത്ത ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഓരോന്നിനും അതിർവരമ്പുകളിട്ട് വേർതിരിച്ചു നിർത്തുന്നത് ഉചിതമായിരിക്കുകയില്ല. ഈ 4 യോഗങ്ങളിലും വെച്ച് അത്യന്തം ശ്രേഷ്ഠമായിരിക്കുന്നത് രാജയോഗമാണെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. മേൽപ്പറഞ്ഞ 4 യോഗങ്ങൾക്കും പുറമെ കുണ്ടലിനി യോഗം, ധ്യാനയോഗം, തന്ത്രയോഗം, മന്ത്രയോഗം, സ്വരയോഗം, ജപയോഗം എന്നിങ്ങനെ മറ്റനേകം യോഗങ്ങളുണ്ടെന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. അത്യഗാധവും അതിവിസ്തൃതവുമായ ഒരു മഹാസമുദ്രമാണ് രാജയോഗം. നമ്മുടെ മനസ്സിൻ്റെ ഗ്രഹണശക്തിക്കതീതമാണ് അതിൻ്റെ ആഴവും പരപ്പും. രാജയോഗമാകുന്ന ആ മഹാസമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളത്തിൻ്റെ രുചിയും ഗുണവും അറിയാനും ആസ്വദിക്കാനുമാണ് നമ്മുടെ ഉദ്യമം. അത്രയെങ്കിലും സാധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതക്ലേശങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്നതാണ്. പതഞ്ജലി മഹർഷിയാണ് രാജയോഗത്തിൻ്റെ കർത്താവ്. 8 അംഗങ്ങളോട് കൂടിയ ഈ യോഗത്തിന് അഷ്ടാംഗയോഗമെന്നും പാതഞ്ജല യോഗദർശനമെന്നും പറഞ്ഞുവരുന്നു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി ഇവയാണ് 8 അംഗങ്ങൾ. യമനിയമങ്ങൾ സകല മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ടതും അനുസരിക്കേണ്ടതുമാകുന്നു. യമനിയമങ്ങളിൽ അധിഷ്ഠിതമായ വ്യക്തിജീവിതമാണ് ലോകശാന്തിയുടെ അസ്ഥിവാരം. ഓം ശ്രീ